എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കെ സ്മാർട്ട് വഴി ബിൽഡിംഗ് പെർമിറ്റ് ഫീ, ആപ്ലിക്കേഷൻ ഫീ, റെഗുലറൈസേഷൻ ഫീ എന്നിവയ്ക്ക് വർദ്ധിപ്പിച്ച ഫീസ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ അടച്ചവർക്ക് എങ്ങനെ റീഫണ്ടിനായി അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകളും ഇതിനോടകം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അധികമായി അടച്ച ഫീസിൻ്റെ റീഫണ്ടിനായി കെ സ്മാർട്ട് വഴി എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കാണിക്കുന്നത്. കെ സ്മാർട്ടിൽ അപ്ഡേഷനുകൾ ഇനിയും വരാനുണ്ട്. അപ്ഡേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അപേക്ഷ അയക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് കാണുമ്പോൾ അതെന്തുകൊണ്ടാണെന്നും എങ്ങനെ അപേക്ഷിക്കണമെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. 10/4/2023 മുതൽ 1/8/2024 വരെയുള്ള കാലയളവിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ഈ പറയുന്ന ബിൽഡിംഗ് പെർമിറ്റ് ഫീ, ആപ്ലിക്കേഷൻ ഫീ, റെഗുലറൈസേഷൻ ഫീ എന്നിവ വർദ്ധിപ്പിച്ചിരുന്നു. ഇങ്ങനെ കൂടിയ ഫീസ് അടച്ചവർക്കാണ് ഇപ്പോൾ റീഫണ്ടിനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് 31/3/2025 അവരുടെ അക്കൗണ്ടിൽ അധികമായി അടച്ച ഫീസ് റീഫണ്ടായി ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ അധികമായി അടച്ച ഫീസിൻ്റെ റീഫണ്ടിനായി അപേക്ഷിക്കേണ്ടത് ILGMS സിറ്റിസൺ പോർട്ടലിലാണ്. ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അപേക്ഷിക്കുമ്പോൾ അണ്ടർ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുകയും പിന്നീട് ഫൈനാൻഷ്യൽ വാലിഡേഷൻ എന്നവിടെ കാണിച്ചിരിക്കുന്നത് കാണാം. ഇങ്ങനെ അധികമായി അടച്ച തുക ഫൈനാൻഷ്യൽ വാലിഡേഷൻ നടത്തി അക്കൗണ്ടിലേക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്രൂവലായി കഴിഞ്ഞാൽ അപ്രൂവ്ഡ് എന്ന് കാണിക്കുകയും പെൻഡിങ് ഉണ്ടെങ്കിൽ പെൻഡിങ് എന്ന് കാണിക്കുകയും പിന്നീട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് റീസബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയും ഒക്കെയാണ് വേണ്ടുന്നത്. വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലുമായിട്ട് കൊടുത്തിരിക്കാം. ഇനി നമുക്ക് കെ സ്മാർട്ടിൽ എങ്ങനെ അപേക്ഷിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു സൂചനയാണ് ഇവിടെ തരുന്നത്. പിന്നീട് വിശദമായ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലുള്ളവർക്ക് വർദ്ധിപ്പിച്ച ഫീ റീഫണ്ടിനായിട്ട് അപേക്ഷിക്കുന്നതിന് കെ സ്മാർട്ടിൽ പ്രവേശിച്ച ശേഷം മുകളിൽ രജിസ്ട്രേഷൻ എന്ന് കാണും. അവിടെ സിറ്റിസൺ രജിസ്ട്രേഷനിൽ പ്രസ് ചെയ്ത് ആർക്കാണോ റീഫണ്ട് ആവശ്യമായിട്ടുള്ളത് ആ വ്യക്തിയുടെ പേരിൽ രജിസ്ട്രേഷൻ എടുക്കണം. ഇവിടെ സിറ്റിസൺ രജിസ്ട്രേഷനിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷോ മലയാളമോ ലാംഗ്വേജ് തിരഞ്ഞെടുത്ത് പ്രൊസീഡ് കൊടുത്ത് ആധാർ, മറ്റ് ID പ്രൂഫുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ആ വ്യക്തിയുടെ പേരിൽ തന്നെ രജിസ്ട്രേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. തുടർന്ന് അങ്ങോട്ട് വരുന്ന ഭാഗങ്ങളിലൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് സ്വന്തം രജിസ്ട്രേഷൻ എടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആധാർ ഉപയോഗിച്ച് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ലോഗിൻ പേജിൽ ലോഗിൻ എടുത്ത ശേഷം സിറ്റിസൺ ലോഗിൻ കൊടുത്ത് നമ്മുടെ മൊബൈൽ നമ്പരും കൊടുത്ത് OTP കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതാണ് ലോഗിൻ പേജ്. ഇവിടെ മുകളിലായി അപ്ലൈ എന്നുള്ള ലിങ്ക് കാണാം. ആ അപ്ലൈയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടത് സൈഡിൽ കുറേ ലിങ്കുകൾ വരുന്നത് കാണാം. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് അതേഴ്സ് എന്ന് കാണാം. ആ അതേഴ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വലത് സൈഡിൽ വീണ്ടും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ബോക്സ് വരും. ആ ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ സെൻട്രൽ ഭാഗത്തായി ഒരു പ്ലസ് ചിഹ്നം കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് ഓഫ് റെസിപ്റ്റ് എന്നുള്ളൊരു ലിങ്ക് വരും. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ തന്നെയാണ്. മുനിസിപ്പാലിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒന്നിലധികം മുനിസിപ്പാലിറ്റികളുണ്ടാകും. ഒരെണ്ണം തിരഞ്ഞെടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് അത് സേവ് ആകുന്നതും അതിനുശേഷം ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടുന്നത്. ആപ്ലിക്കൻറ്റിൻ്റെ മൊബൈൽ നമ്പരും ആധാർ നമ്പരും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഡിസ്ട്രിക്റ്റും ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റിയാണോ കോർപ്പറേഷനാണോ എന്നുള്ളതും തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഒട്ടുമിക്ക വിവരങ്ങളും ഇവിടെ നമ്മൾ രജിസ്ട്രേഷന് കൊടുത്തത് തന്നെ വന്നിട്ടുണ്ടാകും. അതിനുശേഷം തൊട്ട് താഴെയായി ആപ്ലിക്കൻറ്റിൻ്റെ നെയിം ഓട്ടോമാറ്റിക് അവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വന്തം പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കൊടുക്കണം. ഡോർ നമ്പർ, വീട്ടുപേര്, പിൻകോഡ് തുടങ്ങിയവയൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ വാർഡ് നെയിമും പോസ്റ്റ് ഓഫീസും ഒക്കെ കൊടുക്കണം. അതിനുശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെയൊക്കെ അപ്ഡേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ജനറൽ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടുന്നത്. അവിടെ ജെൻഡർ, കാറ്റഗറി, അതേപോലെ തന്നെ APL BPL ഏതാണോ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇൻകം, വാർഷിക വരുമാനം, അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളിടത്ത് ബാങ്ക് തിരഞ്ഞെടുത്തിട്ട് ആ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പരും IFSC കോഡും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. ബാങ്കിൻ്റെ നെയിമും ഒക്കെ കൊടുക്കണം. ഈ ബാങ്കിലേക്കായിരിക്കും ആ റീഫണ്ട് തുക എത്തിച്ചേരുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. സ്വന്തം പേരിലുള്ള സേവിങ്സോ കറണ്ട് അക്കൗണ്ടോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. IFSC കോഡൊക്കെ ഓട്ടോമാറ്റിക് അവിടെ ഫെച്ച് ചെയ്ത് വരും. ബ്രാഞ്ചൊക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്ത് മൈ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം താഴെ അതേഴ്സ് ഉണ്ട്. അതേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് വന്നിട്ടുണ്ടാകും. അവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ആ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അപേക്ഷിക്കാം. അതല്ലെങ്കിൽ എഡിറ്റ് പ്രസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്.
ഇനി ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനൊപ്പം ആപ്ലിക്കൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കണം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ ഡീറ്റെയിൽസിൽ അത് അടുത്തതായിട്ട് കൊടുക്കേണ്ടുന്നത് റഫറൻസ് നമ്പറാണ്. അപ്ലൈ ചെയ്തപ്പോഴുള്ള റഫറൻസ് നമ്പരും റെസിപ്റ്റ് നമ്പരും അവിടെ ചോദിച്ചിട്ട് രണ്ടും കൊടുക്കണം. ഈ ഒരു പേജിലൊക്കെയാണ് അപ്ഡേഷൻ വരാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫങ്ഷൻസ് എന്നൊക്കെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മാറി വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി മാറി വന്നിട്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ കൊടുക്കേണ്ടുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നുള്ളിടത്ത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാം. അടുത്തത് ഫങ്ഷൻസ് എന്നുള്ളിടത്തും ജനറൽ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ഓഫീസ് ടൈപ്പ് എന്നുള്ളിടത്ത് മെയിൻ ഓഫീസ് കൊടുക്കണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അഡ്രസ് പ്രൂഫും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും, അങ്ങനെ 2 ലിങ്കുകളേ ഉള്ളൂ. ഇതൊക്കെ മാറി വരേണ്ടുന്നതാണ്. ഇവിടെ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയവയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആധാർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ഇഷ്യൂ ഡേറ്റും വാലിഡ് അപ് ടുവും കൊടുക്കണം. കൊടുക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ നമ്പരും കൊടുക്കണം. അതിനുശേഷം താഴെ 5 MB താഴെയുള്ള JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലുള്ള ഫയൽ സൈസായിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. താഴെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് ഇവിടെ ഒരൊറ്റ അപ്ലോഡ് ചെയ്യാനുള്ള ഒരൊറ്റ ലിങ്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് മാറി വരേണ്ടുന്നതാണ്. ഇവിടെ ബിൽഡിംഗ് പെർമിറ്റ് ഫീസ്, അതേപോലെ തന്നെ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ലിങ്ക്, ഡിക്ലറേഷൻ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, നമ്മൾ വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ തയ്യാറാക്കേണ്ടതുകൊണ്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ലിങ്കുകൾ വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ അപ്ഡേഷൻ വരും എന്ന് പറയുന്നത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷിക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അവയെല്ലാം ഇവിടെയും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നീടുള്ളത് പ്രിവ്യൂവും ഡിക്ലറേഷനും OTP വെരിഫിക്കേഷനുമാണ്. ഇനി അപ്ഡേഷൻ വരുമ്പോൾ ഈ ഒരു ലിങ്ക് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇവയെല്ലാം ഒറ്റ ഫയലാക്കി ഇവിടെ കാണുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഡിക്ലറേഷനും OTP വെരിഫിക്കേഷനും ഒക്കെ സാധാരണ കേസ്മാർട്ട് അപേക്ഷയിൽ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്ത് ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുന്നില്ല. ഈ അപ്ഡേഷൻ വരുമെന്ന് പറയുന്നത് 2-3 ആഴ്ച കൂടി കഴിയും എന്നൊക്കെയാണ് പറയുന്നത്. നേരെ മറിച്ച് നവംബർ 1 മുതൽ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കും കേസ്മാർട്ടിൽ അപേക്ഷിക്കാനുള്ള സൗകര്യം വരുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണോ ഈ ഒരു അപ്ഡേഷനും വരുന്നത് എന്ന് കാത്തിരുന്ന് കാണണം നമ്മൾ. എന്തുതന്നെയായാലും കേസ്മാർട്ടിൽ നിന്ന് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ അപേക്ഷ നൽകരുത്, 2-3 ആഴ്ച കഴിയുമ്പോൾ ഇതിൽ അപ്ഡേഷൻ വരും എന്നാണ്. ഞാനും ഇവിടെ അപേക്ഷ നൽകുന്നില്ല. അങ്ങനെ അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. മറ്റൊരു വിവരവും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ബിൽഡിംഗ് പെർമിറ്റ് എന്ന് കാണാം. ആ ഒരു ലിങ്ക് വഴി ഈ റീഫണ്ടിനുള്ള അപേക്ഷ വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാത്തിരുന്ന അപ്ഡേഷൻ വന്നതിന് ശേഷം മാത്രം അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ടും അപേക്ഷ അയക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.